കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിശുദ്ധ സ്ഥലമായ അരുവിപ്പുറത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സ്മാരകമാണ്. സമത്വത്തിൻ്റെയും ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും പ്രതീകമായി മാറിയ ഒരു ചരിത്രഭൂമി. ഇവിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരും സന്ദർശകരും ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരാറുണ്ട്. ഇതാണ് ഗുരുമന്ദിരം. ഇവിടെയാണ് ശ്രീ നാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ കയറാൻ അവകാശമില്ലാത്ത സമയത്ത് അവർക്കും പ്രാർത്ഥിക്കണം, പൂജിക്കണം, ക്ഷേത്രം വേണം എന്ന ആവശ്യപ്രകാരം 1888 ശിവരാത്രി ദിനത്തിൽ ശ്രീനാരായണ ഗുരു നടത്തിയ ഒരു പ്രതിഷ്ഠയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. ദക്ഷിണ ഇന്ത്യയിലെ ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് അരുവിപ്പുറം ശിവക്ഷേത്രം. ശിവരാത്രിയാണ് വർഷത്തിൽ പ്രധാന ഉത്സവമായി ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ആഴമേറിയ കയമാണ്. ഇവിടെ ശങ്കരൻ കുഴി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശങ്കരൻ കുഴിയിൽ നിന്നും കിട്ടിയ ശിവലിംഗ ആകൃതിയിലുള്ള പ്രതിഷ്ഠയാണ് ശ്രീ നാരായണ ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ജാതിയല്ല, മനുഷ്യനാണ് പ്രധാനമെന്ന ഗുരുവിൻ്റെ ആശയം ഈ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ശക്തമായി സമൂഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും ആത്മീയതയും നിറഞ്ഞ യാത്രകൾക്കായി മാനത്ത് കണ്ണി വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നന്ദി. വീണ്ടും മറ്റൊരു മനോഹര യാത്രയിൽ കാണാം. പിന്നെ ഈ ക്ഷേത്രത്തിൽ വരുന്നവർ ക്ഷേത്രം മാത്രം കണ്ടു മടങ്ങാതെ നദീതീരവും പ്രകൃതിയുടെ മനോഹരതയും ആസ്വദിക്കാൻ മറക്കരുത്.